ഗർഭചിത്രം, ലൈംഗിക പീഡനാരോപണങ്ങൾ, ഇങ്ങനെ ഇക്കിളിക്കഥകൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളം. എവിടെ തിരിഞ്ഞാലും ഇത് തന്നെയാണ്. അപ്പോൾ LDF പറയും കോൺഗ്രസിൽ ഇതില്ലേ, കോൺഗ്രസ് പറയും LDFൽ ഇതില്ലേ, പിന്നെ ഞങ്ങൾക്ക് ചെയ്താലെന്താ എന്നാ ചോദിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ സംസാരിക്കപ്പെടേണ്ട കാര്യപ്പെട്ട വിഷയങ്ങളുണ്ട്. ഭരണമൊക്കെ കണക്കാണ്. അപ്പോൾ ഇതൊന്നും സംസാരിക്കാതിരിക്കാനുള്ള ഒരു ഉപാധിയാക്കി രണ്ട് പക്ഷങ്ങളും ഇത് മാറ്റുകയാണോ എന്നുള്ളൊരു സംശയം കൂടി പൊതുസമൂഹത്തിനുണ്ട്. മാമിന് എന്താ തോന്നുന്നത്? അല്ല, ഒരു കറക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എവിടെയോ വായിച്ചു, ഗർഭചിത്രമല്ല, 3 വയസ്സായ കുട്ടിയുണ്ടെന്ന്. ആ കുട്ടി പിണറായിയുടെ രഹസ്യ സങ്കേതത്തിലാണ് വളരുന്നതെന്നൊക്കെ ഞാൻ വായിച്ചതായിട്ട് ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. അങ്ങനെ വായിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഗർഭചിത്രമല്ല, കുഞ്ഞുണ്ടായി, കുഞ്ഞ് ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു ശ്രുതിയും പരക്കുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷനാണ്. ഇന്നലെ മേയർ പറഞ്ഞേ ഉള്ളൂ, ഒരു മാസം കൂടെ ഒക്ടോബർ ആദ്യമാകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും എന്ന്. എനിക്കിവിടെ എന്താ നടക്കുന്നത്? എന്തെങ്കിലും പദ്ധതി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? ഇന്നലെ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ കാര്യം ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഗോള കാര്യങ്ങളിലേക്ക് പോകാം. 2 ദിവസമായിട്ട്, ഇന്നലെയും മിനിഞ്ഞാന്നും കൗൺസിൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ചർച്ചയാണ്. അതും നമ്മളുടെ വേസ്റ്റ് എടുക്കുന്നതിൻ്റെ പ്രശ്നത്തിൽ വന്ന് തട്ടി ഇവരിറങ്ങിപ്പോയി. മേയറിന് 2 മണിക്കൊരു പരിപാടിയുണ്ട്. മുഖ്യമന്ത്രിയൊക്കെ വന്ന് GCDAയിൽ എന്തോ ഇനോഗ്രേറ്റ് ചെയ്യണം, രാജീവൊക്കെ വേണം, അതിന് പോകണം. അതുകൊണ്ട് മേയറും ഇത് കാണാൻ കാത്തിരുന്ന പോലെ ഇറങ്ങി ഓടി. ഞങ്ങൾക്ക് ആർക്കും ചർച്ച ചെയ്യാൻ സമയം കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്ത് വിട്ടില്ല, ഞാൻ ചാടി മേയറുടെ കൂടെ കാറിൽ കയറി. മേയർ, എനിക്ക് പറയാനുണ്ട്, ഞാൻ കുറേ പ്രാവശ്യം കൈ കാണിക്കുകയും ലൈറ്റ് ഇടുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ കോൺഗ്രസ് പറയട്ടെ, കോൺഗ്രസ് പറഞ്ഞിട്ട് എന്നിട്ട് തരാം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചാടി കാറി കയറി എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് വെൽനസ് സെൻറ്റർ വേണം, അത് വേണം, സമയമില്ല. അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ എവിടെ വേണമെങ്കിലും വിട്ടോളൂ, ഞാൻ ഓട്ടോറിക്ഷയിൽ വരാമെന്ന് പറഞ്ഞു. യു വോണ്ട് ബിലീവ് ഇറ്റ്, ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ പുറകെയാണ്. നമ്മളുടെ ഇലക്ഷൻ കാർഡുകൾ റെഡിയാക്കുന്നതിൻ്റെ പുറകിലാണ്. ഇത്രയും അധികം വെള്ളക്കെട്ടുള്ളൊരു സ്ഥലം കേരളം മുഴുവനും. എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർസിയർ ഉൾപ്പെടെ എല്ലാവരും, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ എല്ലാവരും ഇലക്ഷൻ വർക്കിലാണ്. എൻ്റെ ഡിവിഷൻ കൗൺസിൽ നടന്നു. ആ വന്ന ലേഡിക്ക് ഇതുവരെ അത് ഒപ്പിട്ട് തരാൻ സമയം കിട്ടിയിട്ടില്ല. 17-ാം തീയതി കഴിഞ്ഞ 7-ാം മാസത്തിൽ. അപ്പം നമ്മൾ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല. മാത്രമല്ല, ഇത്രയും പരാജയപ്പെട്ടൊരു ഭരണമില്ല. അമിത്ഷാജി വന്നപ്പോൾ പറഞ്ഞല്ലോ, 5,000 കോടിയിലധികം രൂപ കൊടുത്തു, കണക്ക് തരൂ പിണറായി എന്ന്. പിണറായിക്ക് ഒരു അലക്കില്ല, ഇല്ല, ഒന്നിനും കണക്കില്ല. ഇവർ തന്നെ DYFI ആദ്യമായിട്ട് എന്നെ ചുട്ടുകൊല്ലും എന്നൊക്കെ പറഞ്ഞത് ഇവർ അവിടെ പണിയാൻ പോകുന്ന വീടുകൾക്ക് 25 വീടുകൾ ഡിഫി പണിയുന്നു. അതിനുള്ള ധനസമാഹരണം എന്ന് പറഞ്ഞ് യാതൊരു ലൈസൻസും ഇല്ലാതെ ഫുട്പാത്തിൽ നടത്തുന്ന കടയെ ചോദ്യം ചെയ്തതിനാണ് എന്നെ ദോശച്ചട്ടിയിലിട്ട് ചുടുന്നു പറഞ്ഞത്. എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യൻ്റെ ഒരു 14 ഗ്രാമിൻ്റെ മാലയും കൊണ്ടുപോയി അയാൾ ഇടിച്ച് തമ്പോറാക്കി നെഞ്ചി കയറി നിന്ന് അടിച്ചത്. കേസുമില്ല, ഒന്നുമില്ല. പല പ്രാവശ്യം ഞാൻ ചോദിച്ചു, ഇതിൻ്റെ FIR അവിടെ, അതൊന്നുമില്ല. ഈ ജനങ്ങൾക്ക് ഇപ്പം റേഷന് കൊടുക്കുന്ന റേഷൻ, ഓണർ റേഷൻ, മഞ്ഞക്കാർഡുകാർക്ക് മാത്രം, വേറെ ആർക്കും റേഷൻ പോലും ഇല്ല. വെളിച്ചെണ്ണയുടെ വില, എൻ്റെ ഒരു സുഹൃത്ത് ഓണത്തിന് നല്ലോണം ഇത് കിട്ടുന്ന ആളാണ്, സദ്യ കിട്ടുന്ന അദ്ദേഹം പറയാണ്, പാചകക്കാരനാണ്. ഇത്തവണ ആൾക്കാർ വിളിച്ചു ചോദിക്കുക, ഒത്തിരി വില കുറവുണ്ട്. അവരോട് ഞങ്ങൾ നടത്തുന്നില്ല. നല്ല കാര്യങ്ങൾ വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു ഇലയ്ക്ക് ഒരു 350 രൂപയ്ക്ക് വെച്ചാലേ നല്ല വിഭവങ്ങൾ. വെളിച്ചെണ്ണയുടെ വില എന്താണ്? വെളിച്ചെണ്ണ 100 ഗ്രാം പോലും നമുക്ക് ഓണക്കിറ്റിൽ വെക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ വിലക്കയറ്റം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പൊടിയിടാൻ വേണ്ടിയിട്ട്, തടിയിടാൻ ഒരു വികസനവും നടക്കുന്നില്ല. ഒന്ന് ആ റോഡിലേക്ക് ഇറങ്ങി നോക്കൂ. ഞങ്ങളുടെ കേരളം, ഇപ്പം എനിക്ക് മറ്റന്നാൾ കോയമ്പത്തൂർ പോകണം. ഞാൻ പറഞ്ഞു 3 മണിക്ക് പുറപ്പെടാം. റോഡ് മുഴുവൻ താറുമാറായി കിടക്കുകയാണ്. ഒന്നിനൊരു ശ്രദ്ധയില്ല. മുഴുവനും വേസ്റ്റുകൾ. ഞാൻ എല്ലാ സ്ഥലത്തും കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. വൃത്തിയുള്ളൊരു റോഡുണ്ടോ? നടക്കാൻ പറ്റുന്ന ഒരു റോഡുണ്ടോ? അപ്പം ഇതിനൊക്കെ കുടുങ്ങിക്കിടക്കല്ലേ. പിണറായി വന്നപ്പോൾ പറഞ്ഞു, ഓരോ ഫയലും ഓരോ ജീവിതമാണ്. ഓരോ ജീവിതവും ഇപ്പം ആ ഫയലിലെ കമ്പിൽ തന്നെ തൂങ്ങിക്കിടക്കേണ്ട അവസ്ഥയില്ല. ഫയലിൽ ആ ചുമന്ന നാടൻ തന്നെ തൂങ്ങിക്കിടക്കുകയാണ്. ഒന്നും മുന്നോട്ട് പോകുന്നില്ല, ഒരു കാര്യവും അനങ്ങുന്നില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇവർ പറയും, പക്ഷെ ജനങ്ങൾക്കിപ്പം മനസ്സിലായി ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലായി. അപ്പം ഇവരെന്ത് ചെയ്തു? ഇക്കിളി കൊടുക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോഴിയാക്കി. കോഴി കുറേ കഥകൾ വരുന്നു.
കുറേ പേര് ഇവരുടെ തന്നെ ആൾക്കാരാണെന്ന് പറയുന്നു. മാധ്യമപ്രവർത്തക ആരാണെന്നറിയില്ല, ഓരോ മാധ്യമത്തിലും വിളിച്ച് താനാണോ 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്താനും. അപ്പോൾ ഉടനെ കോൺഗ്രസ്സുകാർ പറയും, ആ അപ്പോൾ ശശിയുടെ തീവ്രത നിങ്ങൾ അളന്നല്ലോ. അപ്പം അപ്പോൾ ഉടനെ അവർ ഞങ്ങളുടെ തീവ്രതയിൽ നിന്ന് ഞങ്ങൾ മോചിക്കപ്പെട്ടു, ഞങ്ങൾക്ക് ക്ലീൻ ചിറ്റ് തന്നു. അപ്പോൾ ഇവിടെ പോലീസ് വേണ്ടേ? ഈ പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതിയോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളുടെ പാർട്ടിയുടെ കൃഷ്ണകുമാർജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവരുടെ ഭാര്യയുടെ അനിയത്തിയുമായിട്ട് ഒരു സിവിൽ കേസ് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഇലക്ഷൻ സമയത്തും അത് കുത്തിപ്പറിച്ചു കൊണ്ടുവരും. ഇപ്പോഴും അദ്ദേഹത്തിന് ഇന്നലെ ഒരു പൊട്ടാസ് പൊട്ടിച്ചല്ലോ, ഒരു ട്രോള് സുരേന്ദ്രൻജി ഇറങ്ങിയിരുന്നു. ഉടയ്ക്കടാ എന്ന് പറഞ്ഞ് തേങ്ങ ഉടയ്ക്കുമ്പോൾ ദിലീപും എല്ലാവരും കലാഭവൻ മണിയൊക്കെ കറുത്ത ഇതായി പോയിട്ട് അവർ തന്നെ ഇതായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഇതെന്താണ്? ഇപ്പം പറയുന്നു അനിയത്തി ഇദ്ദേഹത്തിനെതിരെ അദ്ദേഹം തൊട്ടുവെന്നോ പിടിച്ചുവെന്നോ. എന്തൊക്കെ ആൾക്കാർക്ക് എങ്ങനെ വിശ്വസിക്കാൻ? കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം വരാനുണ്ട്. ആ വരാനുണ്ടായത് ഈ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവിനെതിരെയുള്ള ആരോപണമാണ്. ആ ആരോപണത്തിൽ കഴിയുമ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞു, ഈ ആരോപണം 2015 മുതൽ ഇങ്ങോട്ടേക്ക് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ വരുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യ നിൽക്കുന്ന ഇലക്ഷനിൽ മാത്രമേ വരുള്ളൂ. ബാക്കി സമയത്തൊന്നും ഈ ആരോപണമില്ല. സ്വന്തം അനിയത്തെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹം ചെയ്യാത്ത കാര്യമാണ്. പിന്നെ അനിയത്തി വേണമെങ്കിൽ കേസിനൊരു ബലം കിട്ടാൻ വേണ്ടി നമ്മൾ വളരെ ശത്രുതയിലിരിക്കുമ്പോൾ കൊടുക്കുമല്ലോ. അല്ലാണ്ട് സി കൃഷ്ണകുമാറിനെ പോലൊരു വ്യക്തി, വളരെ മാന്യനായ വ്യക്തി, നമ്മളുടെ പാലക്കാടിൻ്റെ സ്വന്തം എന്ന് പറയാവുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ യാതൊരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല. എല്ലാ 5 കൊല്ലം കൂടുമ്പോൾ ഈ കേസ് പൊടി തട്ടിയെടുക്കും സി കൃഷ്ണകുമാറിൻ്റെ. കാരണം അങ്ങനെ ജയിക്കും നമുക്ക് ഒരു വിശ്വാസം വരുമ്പോൾ ആ കേസ് ഒന്ന് പൊടി തട്ടിയെടുക്കും. ഇതാണോ സതീശൻ്റെ ഓലപ്പാമ്പ് നനഞ്ഞ ഓലപ്പാമ്പായിപ്പോയി. കൂടിപ്പോൾ ഒരാൾ ചേർന്നിട്ടുണ്ടല്ലോ, അതെ, വാര്യരേട്ടൻ. അപ്പോൾ അവർ രണ്ടിനും കൂടി ശരിക്കും ചീറ്റിച്ചു കളഞ്ഞു. എന്ത് ഇതായിട്ടാണ് ആർജവത്തോടു കൂടിയാണ് കൃഷ്ണകുമാർജി ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത്. മാങ്കൂട്ട് ഒരു ചാനലിൽ വന്നിട്ടുണ്ടോ? ഇതിന് ശേഷം ഒരു ചാനലിൽ പോലും അദ്ദേഹം വന്നിട്ടുണ്ടോ? കൃഷ്ണകുമാർജി വിളിച്ച എല്ലാ ചാനലിലും പോയിരുന്ന് അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ വേർഡിക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വായിക്കുകയാണ്. അദ്ദേഹം ആങ്കറിന് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിലെന്ത് സുതാര്യമായ കാര്യം? കോടതി വേണ്ടാന്ന് സ്ക്വാഷ് ചെയ്ത് കളഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ ഫാദറിനിലോ പോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ മൊഴി നൽകിയിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊക്കിക്കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കാര്യമല്ല, ഭാര്യയുടെ കുടുംബത്തിലെ കാര്യമാണ്. അതിനെങ്ങനെയാണ് അദ്ദേഹം പ്രതിസ്ഥാനത്ത് വരുന്നത്? ഒരു മാം ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹം കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ എന്താണ് കാര്യം എന്നുള്ളത് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇപ്പുറത്തെ മുകേഷിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവര് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് മനസ്സിലാവാത്ത കാര്യം. ഞങ്ങൾ ചെയ്തു അപ്പൊ ഞങ്ങളും ചെയ്യും. നിങ്ങൾ 2 ആയോ? നിങ്ങളുടെ സ്കോർ 2 ആയോ? അപ്പൊ 3 ആയാലേ ഞങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 4, 5, 6, 7 ഇതെന്ത് കളിയാണ്? ശശീന്ദ്രൻ ഇവര് എന്നൊക്കെ പറഞ്ഞ് മുകേഷിൻ്റെ. നമുക്ക് അങ്ങനത്തെ ഉള്ളൊരു ഭരണമല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ജനങ്ങളെ സേവിക്കുന്ന ഒരു ഭരണമാണ്. പിണറായി സർക്കാരിൻ്റെ താഴെ നടക്കുന്ന അഴിമതികളും ജനദ്രോഹപരമായ കാര്യങ്ങളും ഒളിപ്പിച്ചു വയ്ക്കുവാൻ വേണ്ടി ഇലക്ഷൻ്റെ സമയത്ത് കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇവരെന്താണ് ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്ത് പറയട്ടെ, ഒരു ധവളപത്രം ഇറക്കട്ടെ. എത്ര പ്രാവശ്യം നമ്മൾ പറയുന്നു നിങ്ങൾ ധവളപത്രം ഇറക്കും? എല്ലാ അമ്പലങ്ങളിലും ദേവസ്വത്തിൻ്റെ കീഴിൽ വലിയ ഹുണ്ടി വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എത്ര രൂപ കിട്ടിയെന്ന് അവർ പറയാത്തത് എന്താ? അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാത്തത് എന്താ? ഒരു ഹിന്ദു സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന രൂപ എങ്ങോട്ടേക്ക് പോയി എന്നൊന്ന് പറയണ്ടേ? ഹിന്ദുക്കൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ആശ്വാസം കിട്ടിയെന്ന് പറയണ്ടേ? അതൊന്നുമില്ലാണ്ട് എത്ര ദിവസമായി മാധ്യമങ്ങൾ ഇത് തന്നെ ചർച്ച ചെയ്യുന്നു. എല്ലാ ന്യൂസ് ചാനലുകളുടെയും 8 മണിയുടെ ചർച്ചയിൽ വരുന്നത് ഇതാണ്. വേറെ ഒന്നും ഇവിടെ ചർച്ച ചെയ്യാനില്ലേ? പൊട്ടിപ്പോയ കാനകളും വെള്ളക്കെട്ടുകൾ, ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാത്ത കാര്യങ്ങൾ, വിലക്കയറ്റം, ഒരു പദ്ധതിയും അമൃത് പദ്ധതി നടക്കുന്നില്ല, പ്രധാനമന്ത്രി ആവാസ് യോജന അതായത് ഇവിടുത്തെ ലൈഫ് നടക്കുന്നില്ല, 70 വയസ്സിന് മുകളിൽ പ്രധാനമന്ത്രി നടപ്പാക്കിയ
ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിൽ മാത്രമില്ല. അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ കേന്ദ്രത്തിൽ വരുന്ന പദ്ധതികളെ ബ്ലോക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് കേന്ദ്രത്തിന് ഒരു കാര്യങ്ങൾ എഴുതി കൊടുത്ത് അവിടുന്ന് സാങ്ഷൻ ചെയ്യിപ്പിക്കാത്തതിന് മിനിഞ്ഞാന്നും കൂടെ ഇൻലാൻഡ് വാട്ടർ നാവിഗേഷൻ അതോറിറ്റിയുടെ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. 4.25 കോടി രൂപയാണ് താന്തോണിത്തുരുത്തിൽ തടഭിത്തി കെട്ടാൻ വന്നിരിക്കുന്നത്. അത് ഞാൻ പോയി ചെയ്യേണ്ട കാര്യമാണോ, കേരള സർക്കാർ ചെയ്യേണ്ട കാര്യമാണോ? അവർ ചെയ്യാത്തതിന് അവിടെയുള്ള കുടുംബങ്ങളെ വിചാരിച്ചിട്ട് അവർക്കൊക്കെ ടോയ്ലറ്റ് കെട്ടിക്കൊടുത്തു കേട്ടോ നമ്മളുടെ സർക്കാർ. 3 ദിവസമാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റൊക്കെ ഇട്ടേക്കുക. നല്ല കൊച്ചിൻ കോർപ്പറേഷൻ നീല ബോർഡറൊക്കെ വെച്ചിട്ടുണ്ട്. മിനിഞ്ഞാൻ തന്നെ ഒരാൾ വിളിച്ചു, 2 ദിവസം മുമ്പ് വിളിച്ചു, കുടിവെള്ളം കിട്ടുന്നില്ല. എന്നാൽ അവിടെ മുഴുവൻ വെള്ളമാണ്, കായലിൽ നിന്ന് കയറി വരുന്ന വെള്ളം. അതൊന്നും ശ്രദ്ധിക്കാണ്ട് പിണറായി ഇപ്പം അതുപോലത്തെ എത്രയോ ഐലൻഡുകൾ കേരളം മുഴുവനുണ്ട്. കേരളം ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണല്ലോ, ഉണ്ട്. അതൊന്നും ശ്രദ്ധിക്കാണ്ട് കേന്ദ്ര സർക്കാരുമായിട്ടൊരു ഇത് സിറ്റിങ്ങിന് പോകാണ്ട് വെറുതെ ഇരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടം അത് ചെയ്തു, ശശീന്ദ്രൻ ഇത് ചെയ്തു, മുകേഷ് ഇത് ചെയ്തു, അപ്പം നിങ്ങളത് ചെയ്തില്ലേ, കൊച്ചുകുട്ടിയെ താൻ എന്നെ ഞൊണ്ടില്ല, എന്നാൽ ഞാൻ തനിക്കൊരു പിച്ച തരാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് സ്വസ്ഥ ജീവിതം. ഒരു കാര്യം, ഇവർ അധികാരത്തിൽ വരുമ്പോൾ 2ാം വട്ടം വരുമ്പോൾ ഒന്നിനും വില കയറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. വില കയറാത്തൊരു കാര്യം പറയൂ. മോളൊരു കുടുംബനാഥയാണല്ലോ. വില കയറാത്തൊരു കാര്യം പറയൂ. എല്ലാത്തിനും ഇരട്ടിയുടെ വിലയായി. കേരം തിങ്ങും കേരള നാട്ടിൽ. എപ്പോൾ കേരം വരുന്നത് മുഴുവൻ പുറത്തുനിന്നാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണ 500 രൂപ. 500 രൂപയാണ് വെളിച്ചെണ്ണ. എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? അപ്പോൾ ആ സാധാരണ ജനങ്ങളുടെ മനസ്സിനെ വേറൊന്നും വരുന്നില്ല. അപ്പോൾ ടി വി ഒന്ന് ഓൺ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു സോപ്പ് നമ്മുടെ വൈകുന്നേരത്തെ സീരിയൽ കാണുന്ന പോലെ രാഹുൽ മാങ്കൂട്ടം വരുന്നു, മറ്റവർ വരുന്നു, ഇവർ വരുന്നു, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു ആരോപണം വരുത്തുമ്പോൾ ഇതിന് പിന്നിൽ വന്നത് നമുക്ക് അതും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. ഇതിന് പിന്നിലേക്ക് ഹണി ഭാസ്കർ CPMന്റെ സഹയാത്രികയാണ്. ആ നടി എന്ന് പറയുന്നത് CPM കുടുംബത്തിൽ നിന്നുള്ളതാണ്. ഇതെല്ലാം CPM കുത്തിക്കൊന്ന് ഇനി കുത്തിപ്പൊക്കി ഇത് ഉള്ളതാണ്, സമ്മതിച്ചു, ഇതെല്ലാം ഉള്ളതായിരിക്കാം, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഒരാളെ കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്നത് എന്ന് പറയാം, രാഷ്ട്രീയപരമായിട്ട് കീഴ്പ്പെടുത്താൻ ഇവിടുത്തെ 2 പക്ഷങ്ങൾക്കും കഴിയാതെ പോകുന്നു എന്നുള്ള കാര്യമില്ലേ. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അവരെ എങ്ങനെ ഇല്ലാതെയാക്കാം അത് പറയട്ടെ. പക്ഷെ പരസ്പരം ഈ 2 തരത്തിലുള്ള വൃത്തികെട്ട ഇക്കിളി കഥകൾ പറഞ്ഞുകൊണ്ട് മാത്രം എതിരാളികളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ സ്ത്രീകൾ എന്തിനും മിണ്ടാണ്ടിരിക്കുന്നു? ഞാൻ പറയും, എപ്പോഴും പറയും, ഒരു പ്രാവശ്യമേ പീഡിപ്പിക്കാൻ പറ്റുള്ളൂ, പിന്നെ എല്ലാം സ്വയം വഴങ്ങി കൊടുക്കുന്നതാണ്. ഒരു പെൺകുട്ടി ഒരു പ്രാവശ്യം നമ്മൾ പെട്ടെന്ന് അലറി വിളിച്ചു, ആരും അടുത്തില്ലാത്ത സ്ഥലം എന്നൊക്കെ പറയാം, പിന്നെയും എങ്ങനെ പീഡിപ്പിക്കാൻ പറ്റും? ഇപ്പം ഗർഭിണിയായി എന്ന് പറഞ്ഞു, ആദ്യത്തെ ഇതിൽ തന്നെ ഗർഭിണിയായോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാനും പുറത്തുപോയി വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. പീഡനം എന്ന് പറഞ്ഞാൽ ഒരിക്കലേ ഉള്ളൂ. പിന്നെ നടക്കുന്നതൊക്കെ സ്വന്തം സമ്മതത്തോടുകൂടി നടക്കുന്നതാണ്. പിന്നെ ആരെങ്കിലും വന്ന് ഞാൻ നിനക്ക് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒന്ന് പറ, ശശീന്ദ്രനെ കുറിച്ച് പറ, മുകേഷിനെ കുറിച്ച് പറ, അവരൊക്കെ സെലിബ്രിറ്റീസ് ആണല്ലോ, സിദ്ദിഖിനെ കുറിച്ച് പറ, രാഹുൽ മാങ്കൂട്ടൻ ചെറുപ്പക്കാരൻ അവനെക്കുറിച്ച് പറ, ഇപ്പോൾ ദാ കൃഷ്ണകുമാർജിയെ കുറിച്ച് പറ എന്ന് പറയുമ്പോൾ പൊങ്ങി വരുന്നു എന്നല്ലാണ്ട് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? കൃഷ്ണകുമാർജിയുടെ പ്രത്യേകിച്ചും ഒരു സത്യവുമില്ല. ഭാര്യയുടെ സഹോദരിയാണ്, കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം വരുമ്പോൾ അവിടെ വീട്ടിലുണ്ടാവുന്ന? എന്തിനാ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലേണ്ട ആവശ്യം എന്താണ്? ഭാര്യയുള്ള സമയത്തല്ലേ ചെല്ലുന്നത്, അല്ലെങ്കിൽ ഭാര്യ ഇല്ലാത്ത സമയം നോക്കി ഇവരെന്തിനാ കയറി ചെല്ലുന്നത്? പീഡിപ്പിക്കപ്പെടാനായിട്ട്. അങ്ങനെയും നമുക്ക് ആലോചിക്കാമല്ലോ. അതെ. സോ അനീറ്റ് എന്തിനു കയറി ചെല്ലണം? ഒരു പ്രാവശ്യം ചേട്ടൻ പിടിച്ചു. ഞാനാണെങ്കിൽ പറഞ്ഞു, ചേച്ചി ചേട്ടൻ ശരിയല്ല കേട്ടോ, എന്നെ ഒന്ന് വല്ലാണ്ട് നോക്കി, എന്തോ എന്നെ തൊട്ട രീതി എനിക്ക് ഇഷ്ടമായില്ല, എൻ്റെ ചേച്ചിയോട് ഞാൻ പറയും. ശരിയല്ലേ? അതൊന്നും ഇല്ലാണ്ട് പോലീസിലാണ് ഓടിപ്പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ഒരു കുടുംബമാണെങ്കിൽ. അതെ, ശരിയാണോ? അതെ, ഉറപ്പായിട്ടും. അപ്പം ഇങ്ങനത്തെയുള്ള ഇതൊന്നും BJP-ക്കാരോട് വേണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.